ഹായ് ഫ്രണ്ട്സ്, 2021 റിലീസായ ആൻറ്റിഡോട്ട് എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതുപോലൊരു കഥ നിങ്ങൾ മുൻപ് കേൾക്കാൻ ചാൻസേ ഇല്ല. കാരണം വളരെ വ്യത്യാസമായ ഒരു മൂവിയാണിത്. അതുകൂടാതെ ക്ലൈമാക്സിൽ ഒരു അടാറ് ട്വിസ്റ്റ് കൂടിയുണ്ട്. നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റാണിത്. കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. നിങ്ങൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. ദിസ് ഇസ് ആതിര. അപ്പോൾ നമുക്ക് മൂവിയിലോട്ട് പോകാം. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഒരാൾ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നത് കാണിക്കുന്നു. ഇവൻ ആരാണെന്നോ എന്തിനാണ് മരിച്ചതെന്നോ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ കാണിച്ച് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കുന്നു. അവളുടെ വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. സോ അവൾ ഉച്ചത്തിൽ കരയുമ്പോൾ നിനക്ക് എന്ത് പറ്റിയെന്ന് അവളുടെ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ വയറ് നന്നായി വേദനിക്കുന്നു. സോ പെട്ടെന്ന് തന്നെ എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൾ പറയുന്നു. അങ്ങനെ അവളെയും അവരുടെ മകളെയും കൊണ്ട് അയാൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഡോക്ടർ അവളെ ചെക്ക് ചെയ്തതിനു ശേഷം ഇപ്പോൾ നിന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. നിങ്ങളുടെ കുടലിൽ അബ്നോർമലായി എന്തോ കാണുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നു. അതിനുശേഷം ഡോക്ടർ അവളുടെ ഹസ്ബൻഡിനോടും മക്കളോടും ഹീറോയിൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തു, സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അവർ പോകാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതുപോലെ അവളെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അനസ്തേഷ്യ കൊടുക്കുന്നു. അങ്ങനെ അവൾ മയങ്ങുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ മറ്റൊരു സ്ഥലത്താണ്. കൈകൾ രണ്ടും ബെഡിനോട് ചേർത്ത് ലോക്ക് ചെയ്തിരിക്കുന്നു. ഇത് എവിടെയാണെന്നും ആരാണ് തന്നെ കെട്ടിയിട്ടിരിക്കുന്നതും എന്നവൾ ചിന്തിക്കുമ്പോൾ അങ്ങോട്ടൊരു ഡോക്ടർ വരുന്നു. അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തത് മറ്റൊരു ഡോക്ടറായിരുന്നു. ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് മറ്റൊരാളാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു, എന്നെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ എവിടെ, താങ്കൾ ആരാണ് എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അതിനൊന്നും അയാൾ ഒരു റിപ്ലൈയും കൊടുക്കാതെ അവളുടെ കയ്യിലെ ലോക്ക് റിമൂവ് ചെയ്ത് വിടുന്നു. ഞാൻ ഇപ്പോൾ ഡിസ്ചാർജ് ആകുമെന്ന് അവൾ വീണ്ടും ചോദിക്കുമ്പോൾ നിനക്ക് കുറച്ചു ഡേ കൂടി റെസ്റ്റ് വേണം, നിന്റെ ഹെൽത്ത് ഇതുവരെ നോർമൽ ആയിട്ടില്ല, സോ അതുവരെ നീ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. അവളെ ഓപ്പറേഷൻ ചെയ്ത ഭാഗം അവൾ നോക്കുമ്പോൾ മുറിവൊക്കെ കരിഞ്ഞ് നോർമലായിട്ട് തന്നെയുണ്ട്. സോ കുറച്ച് മാസങ്ങളായി താൻ ആ ഹോസ്പിറ്റലിലാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവളുടെ കയ്യിൽ കണക്ട് ചെയ്തിരുന്ന ട്രിപ്പും എടുത്ത് അവൾ റൂമിന് പുറത്തേക്ക് നോക്കുമ്പോൾ ടോട്ടലി വിയേർഡായി തോന്നുന്നു. കൂടാതെ ആ ഡോക്ടറും അങ്ങോട്ട് വരുന്നത് കണ്ട് അവൾ ബെഡിൽ തിരിച്ചു വന്നിരിക്കുന്നു. അയാൾ കയ്യിൽ ഒരു ടാബ്ലറ്റുമായി വന്ന് ഹീറോയിന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ എന്നെ ഓപ്പറേഷൻ ചെയ്ത മുറിവ് വരെ കരിഞ്ഞു, അവിടെ ഇപ്പോൾ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. സത്യം പറ, നിങ്ങൾ എത്ര മാസമായി എന്നെ ഇവിടെ അകപ്പെടുത്തിയിട്ട് എന്നവൾ അയാളോട് ചോദിക്കുമ്പോൾ ഇല്ല, നീ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഹീലിംഗ് സിറം ഉണ്ട്, സോ അത് നിനക്ക് ഇൻജെക്ട് ചെയ്തതിനാലാണ് നിന്റെ മുറിവുകളൊക്കെ പെട്ടെന്ന് നോർമലായതെന്ന് അയാൾ പറയുന്നു. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാതെ അവൾ അയാളെ തള്ളിയിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് എനിക്ക് ഫോൺ വേണമെന്ന് അവിടെയുള്ള ഒരു സിസ്റ്ററിനോട് പറയുമ്പോൾ മര്യാദയ്ക്ക് നീ നിന്റെ റൂമിൽ പോയെന്ന് ആ നേഴ്സും പറയുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവൾ ട്രൈ ചെയ്യുമ്പോൾ ഡോക്ടർ ആ റൂമിൽ വന്ന് അവൾക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അവളുടെ റൂമിൽ കൊണ്ടുവന്നാക്കുന്നു. മയക്കത്തിൽ നിന്നും അവൾ ഉണരുമ്പോൾ അവളെ കാണാൻ ആ ഡോക്ടർ വരുന്നു. അവൾ ദേഷ്യത്തോടെ എന്റെ ഹസ്ബൻഡ് ഇതൊക്കെ അറിഞ്ഞാൽ നിന്നെ കൊല്ലും, ഉറപ്പായും എന്റെ ഹസ്ബൻഡ് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ പോലീസുമായി വന്ന് എന്നെ രക്ഷിക്കുമെന്ന് അവൾ പറയുമ്പോൾ നിന്റെ ഹസ്ബൻഡിനല്ല ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരാനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുന്നു. ദയവായി എന്നെ പുറത്തു വിടണമെന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുന്നു. ബട്ട് അയാൾ അത് മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഒരു വയസ്സായ ആളുടെ കണ്ണുകൾ പറിച്ചെടുത്ത് അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നത് അവൾ കാണുന്നു. അത് കാണുന്ന സെക്കൻഡിൽ തന്നെ അവൾക്ക് അറ്റാക്ക് വരാത്തത് ഭാഗ്യം. ഇവിടെ എന്താണ് നടക്കുന്നത്, ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്നും ഒരാൾ ഭിത്തിയിൽ ശക്തിയായി തട്ടി ശബ്ദമുണ്ടാക്കുന്നത് അവൾ കേൾക്കുന്നു. ആ റൂമിൽ നിന്നും ഒരു ചെറിയ ഹോളിൽ കൂടി ഒരു ലെറ്റർ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ പേര് എവററ്റ്, നിന്റെ പേര് എന്താണെന്നാണ് ആ പേപ്പറിൽ. ഇത് എന്ത് ഹോസ്പിറ്റൽ ആണെന്ന് അവൾ റിപ്ലൈ എഴുതി അയാൾക്ക് കൊടുക്കുമ്പോൾ ഇത് ഹോസ്പിറ്റൽ അല്ലല്ലോ എന്ന് അയാളും റിപ്ലൈ കൊടുക്കുന്നു. ഇത് അവൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ റൂമിൽ നിന്നും അയാൾ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഞാനത് ചെയ്തിട്ടില്ല, ദയവായി എന്നെ വിടണേ എന്ന് അയാൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഇതൊക്കെ കേട്ട് ഹീറോയിൻ ഞെട്ടലോടെ ഇരിക്കുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അയാളുടെ ശബ്ദം തന്നെ നിലയ്ക്കുന്നു. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹീറോയിൻ പുറത്തുപോയി വീട്ടിലേക്ക് വരുമ്പോൾ നീ എവിടെ പോയതാണെന്ന് സംശയത്തോടെ അവളുടെ ഹസ്ബൻഡ് ചോദിക്കുന്നു.
ഞാൻ ജിമ്മിൽ പോയതാണെന്ന് പറയുമ്പോൾ അവളുടെ ഷൂവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇല അയാൾ കയ്യിലെടുത്ത്, നീ എവിടെ പോയതാണെന്ന് എനിക്കറിയാം, ബട്ട് നീ ഫീൽ ആകണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. വീണ്ടും റിയൽ ടൈമിൽ അവൾ ബെഡിൽ കിടക്കുമ്പോൾ ആ ഡോക്ടർ അങ്ങോട്ട് വന്ന്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിനൊക്കെ നീ കറക്റ്റായി സത്യസന്ധമായി തന്നെ എന്നോട് ആൻസർ ചെയ്യണമെന്ന് അയാൾ പറയുന്നു. നീ കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ തെറ്റ് തിരുത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നയാൾ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവൾ റിപ്ലൈ കൊടുക്കുന്നു. ബട്ട് അവൾ കഴിഞ്ഞ കാലത്തിൽ എന്തോ വലിയ തെറ്റ് ചെയ്തതായി കാണിക്കുന്നു. ഇല്ല, നീ നുണയാണ് പറഞ്ഞത്, സത്യം പറയണമെന്ന് അയാൾ പറയുമ്പോൾ, നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ഒരു പ്രോബ്ലവും ഇല്ലാത്ത എന്നെ എന്തിനാണ് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. നിനക്ക് പുറത്തു പോകാനുള്ള ടൈം ഒന്നും ആയിട്ടില്ല, നിന്റെ പൾസ് എനിക്ക് ചെക്ക് ചെയ്യണം, സോ പെട്ടെന്ന് തന്നെ എൻ്റെ റൂമിലേക്ക് വരണമെന്ന് അവളോട് പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്നും പോകുന്നു. അവൾ ഡോക്ടറിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളെ പോലെ അവിടെ ധാരാളം പേരുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഹീറോയിന്റെ അടുത്ത് തലമുടിയില്ലാത്ത ഒരു പെണ്ണിരിക്കുന്നു. ഇവളാണ് ജെന്നി. അതിനടുത്തിരിക്കുന്നയാൾ ഒരു സൈക്കോ ആണ്. അയാളുടെ പേര് ജേവൻ. പിന്നെ ഉള്ളത് എവററ്റ്. ഇവനെ നിനക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ, ഇവനൊരു അഡ്വക്കേറ്റ് ആണ്. നിന്റെ റൂമിനടുത്താണ് ഇവന്റെ റൂം എന്ന് പറഞ്ഞ് ഡോക്ടർ എല്ലാവരെയും ഹീറോയിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഡോക്ടർ അവിടെ നിന്നും പോകുമ്പോൾ ഹീറോയിൻ എവററ്റിനോട്, നീയല്ലേ എൻ്റെ അടുത്ത റൂമിലുണ്ടായിരുന്നയാൾ, പേപ്പർ വഴി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നീയല്ലേ, ഇന്നലെ നിന്റെ നിലവിളി കേട്ടിരുന്നു, ഇവർ നിന്നെ എന്താണ് ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ, എൻ്റെ നാവ് ഇവർ മുറിച്ചു മാറ്റിയെന്ന് അവർ പറയുന്നു. എന്താ, നിന്റെ നാവ് മുറിച്ചെന്നോ, പിന്നെ എങ്ങനെയാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നാവ് ഉടനെ തന്നെ വളർന്ന് നോർമലായെന്ന് അയാൾ പറയുന്നു. അതെങ്ങനെ സംഭവിക്കും, എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അവൾ പറയുമ്പോൾ, ഇവർ ഒരു പ്രത്യേക തരം ചികിത്സാ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇവരുടെ പക്കൽ ഒരു സ്പെഷ്യൽ ഹീലിംഗ് സിറമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ജെന്നി ഹീറോയിനോട് പറയുന്നു. എനിക്ക് എന്ത് പറ്റിയതാണെന്ന് അവൾ ജെന്നിയോട് ചോദിക്കുമ്പോൾ, എന്നെ മൊത്തമായി ഇവർ 3 തവണ തീ വെച്ച് കൊളുത്തിയിട്ടുണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്നവൾ പറയുമ്പോൾ, ആദ്യമായി നീ എന്ത് പറ്റിയാണ് റിയലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്ന് ഹീറോയിൻ അവളോട് ചോദിക്കുന്നു. എനിക്ക് ഫുഡ് പോയിസൺ ആയിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടാണ് എൻ്റെ റിലേറ്റീവ്സ് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. അവിടെ വെച്ച് ഞാനൊരു മയക്കത്തിലേക്ക് പോയി. പിന്നീട് കണ്ണു തുറന്നത് മുതൽ ഞാൻ ഇവിടെയാണെന്ന് ജെന്നി പറയുന്നു. ഇവർക്ക് ഒരു ലോയർ ആയതിനാൽ നിയമപ്രകാരം ഇവരെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുമോ, ആരെയെങ്കിലും കോൺടാക്ട് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഹീറോയിൻ എവററ്റിനോട് ചോദിക്കുന്നു. നമുക്ക് ഇവരറിയാതെ ഒരു കോൾ പോലും ചെയ്യാൻ കഴിയില്ല, പെർമിഷൻ ഇല്ലാതെ ഒന്ന് അനങ്ങാൻ പോലും നമുക്ക് കഴിയില്ലെന്ന് അയാൾ റിപ്ലൈ ചെയ്യുന്നു. സഡൻലി ഒരു അലാം സൗണ്ട് കേൾക്കുമ്പോൾ ഡോക്ടർ വന്ന് എല്ലാവരോടും അവരവരുടെ റൂമിലേക്ക് പോകാൻ പറയുന്നു. എന്തിനാണ് പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ പറയുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഡോക്ടർ റിപ്ലൈ ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് നീ റൂമിലേക്ക് പോയി എന്ന് പറഞ്ഞ് അവളെ വിടുന്നു. അപ്പോൾ വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹീറോയിൻ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലറ കാണുന്നു. ആ കല്ലറ നോക്കി അവൾ വളരെ ഫീൽ ചെയ്യുന്നു. അവിടെ വെച്ചാണ് അവളുടെ ഷൂവിൽ ഒരു ഇല പറന്നു വന്നിരിക്കുന്നത്. വീണ്ടും റിയൽ ടൈമിൽ ഹീറോയിൻ അവളുടെ റൂമിൽ വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ 2 സ്റ്റാഫുകൾ വന്ന് ജേവൻ എന്ന സൈക്കോയെ പിടിച്ചുകൊണ്ടു പോകുന്നു. ഇത് കണ്ട് ഭയന്ന് അവൾ എവററ്റിന്റെ റൂമിൽ വന്ന്, ഇവർ എന്താണ് നമ്മളെ വെച്ച് ചെയ്യുന്നത്, നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇവർ നമ്മളെ വെച്ച് എന്തോ പരീക്ഷണം നടത്തുകയാണ്, നീ ചോദിച്ച ഈ ചോദ്യം പലതവണ ഞാനും ആ ഡോക്ടറിനോട് ചോദിച്ചതാണ്, ബട്ട് കറക്റ്റായ ഒരു ആൻസർ ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് അയാൾ അവളോട് പറയുന്നു. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നവൾ വീണ്ടും ചോദിക്കുന്നത് കേട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അയാൾ പറയുന്നു. അത് തന്നെയല്ല, തനിക്ക് 3 മാസം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും എവററ്റ് അവളോട് പറയുന്നു. ഈ സമയം അവർ മുൻപ് പിടിച്ചുകൊണ്ടുപോയ സൈക്കോയെ ആ സ്റ്റാഫുകൾ എടുത്തുകൊണ്ടുവരുന്നു. അവന്റെ ശരീരം മുഴുവൻ ബ്ലഡാണ്. അവന്റെ റൂമിലേക്ക് ഡോക്ടർ വന്ന് അയാൾക്ക് ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇതെന്താണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ, ഇതൊരു ഹീലിംഗ് സിറമാണ്. ഇത് ശരീരത്തിൽ കയറ്റിയാൽ എത്ര വലിയ മുറിവാണെങ്കിലും രോഗമാണെങ്കിലും ആ നിമിഷം തന്നെ നോർമലാകും. അങ്ങനെ ഒരു മുറിവുണ്ടാക്കിയതിന്റെ പാട് പോലും പിന്നീട് അവശേഷിക്കില്ലെന്ന് ഡോക്ടർ പറയുന്നു. ശരി, എന്തിനാണ് ഇവനെ നിങ്ങൾ ഉപദ്രവിച്ചതെന്ന് അവൾ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ, ഇത് അവൻ തന്നെ വരുത്തി വെച്ചതാണെന്ന് ഡോക്ടർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ എവററ്റിന്റെ അടുത്ത് ചെന്ന്, ഇനി ഞാൻ ഒരു നിമിഷം പോലും ഈ സ്ഥലത്ത് നിൽക്കില്ല, ഞാൻ രക്ഷപ്പെട്ടു പോകാൻ പോകുകയാണെന്ന് പറയുന്നു. സോ നീയും എൻ്റെ കൂടെ വാ, നമുക്ക് 2 പേർക്കും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൾ പറയുന്നത് കേട്ട്, ഞാൻ വരില്ല, കാരണം 3 മാസം ഞാൻ ഇവിടെ നിന്നാൽ അത് കഴിഞ്ഞ് എന്നെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് എവററ്റ് പറയുന്നു. എങ്കിൽ നീ ഇവിടെ ഇരുന്നു, ഞാൻ എസ്കേപ്പ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. പുറത്തേക്കുള്ള വഴി അവൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായി ഡോക്ടറും അവളെ പിടിക്കുന്നു.
നീ എന്താ വെളിയിൽ കൂടി ചുറ്റുന്നത്? എന്തായാലും ഞാൻ നിന്നെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരികയായിരുന്നു. സോ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഡോക്ടർ അവളെയും കൂട്ടിപ്പോകുന്നു. റൂമിൽ ചെന്നതിനു ശേഷം ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നത് കാണിച്ചിരുന്നില്ലേ? ആ ആളുടെ ഫോട്ടോ കാണിച്ച് ഇവനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്നയാൾ ചോദിക്കുമ്പോൾ അവൻ മരിച്ച കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നെന്ന് ഹീറോയിനും അയാളോട് ചോദിക്കുന്നു. അതൊക്കെ നീ എന്തിനറിയണം? ഞാൻ ചോദിച്ചതിന് മാത്രം ആൻസർ പറ എന്ന് അയാളും പറയുന്നു. ശരി, നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ആൻസർ ചെയ്യാം, ബട്ട് എൻ്റെ വീട്ടിലേക്ക് കോൾ ചെയ്യാൻ നിങ്ങൾ അലൗ ചെയ്യാമോ എന്ന് അവളും ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിന് നീ കറക്റ്റായി ആൻസർ ചെയ്താൽ നീ കോൾ ചെയ്തോളൂ എന്ന് ഡോക്ടർ പറയുന്നു. അതുകൊണ്ട് ഹീറോയിനും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങുന്നു. ഈ പയ്യന്റെ പേര് നിക്കോ. അവൻ പിയാനോ നന്നായി വായിക്കും. ഞങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരുന്നു. ബട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾക്കിടയിൽ വഴക്കും പിണക്കങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ശരി, അതിനുശേഷം എന്തുണ്ടായെന്ന് അയാൾ ചോദിക്കുമ്പോൾ എന്നെ വിട്ട് എന്നേക്കുമായി പിരിഞ്ഞു പോകണമെന്ന് അവൻ ആഗ്രഹിച്ചു. സോ അവൻ സൂയിസൈഡ് ചെയ്തെന്ന് അവൾ പറയുന്നു. അവൻ സൂയിസൈഡ് ചെയ്തതിന് പിറകെ പോലീസ് അവന്റെ വീട് സെർച്ച് ചെയ്തപ്പോൾ അവിടെ നിന്നും ധാരാളം ഡ്രഗ്സ് കണ്ടെത്തി എന്നും അവൾ പറയുന്നു. അവൻ ഡ്രഗ്സ് ഡീലർ ആയിരുന്നുവെന്ന് നിനക്ക് നേരത്തെ അറിയാമോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവളും റിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നിനക്ക് അവനെക്കുറിച്ച് അത്ര മാത്രമേ അറിയുള്ളൂ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഉള്ളൂ, വേറൊന്നും അറിയില്ലെന്ന് അവൾ പറയുന്നു. അത് മാത്രമേ അവനെക്കുറിച്ച് പറയാനുള്ളൂ എന്ന് അയാൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അത്രമേ അറിയൂ എന്ന് അവൾ പറയുന്നു. ശരി, ഞാൻ കോൾ ചെയ്തോട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഡോക്ടറും സമ്മതിക്കുന്നു. അവൾ ഡയൽ ചെയ്ത് നോക്കുമ്പോൾ കോൾ കണക്റ്റ് ആകില്ല. വർക്കാകാത്ത ഫോൺ ആയിരുന്നു അത്. ഇതിൽ ദേഷ്യം വന്ന് അവൾ ഡോക്ടറിനെ ചീത്ത പറയുമ്പോൾ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി, ബട്ട് അതിന് നീ ഒട്ടും സഹകരിച്ചില്ല എന്നയാൾ പറയുന്നു. നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ ആൻസർ ചെയ്തല്ലോ, പിന്നെ എന്തായെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇനി നീ ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് നീ നിന്റെ റൂമിൽ പോയി എന്ന് പറഞ്ഞ് അവളെ വിടുന്നു. അപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കാണുന്നു. അതെന്തെന്നാൽ അവളുടെ എക്സ് ലവർ ഒരു റൂമിന് ഡോർ ക്ലോസ് ചെയ്ത് അവിടെ നിന്നും പോകുന്നു. അവൾ ഭയത്തോടെ ആ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് വെച്ചിരുന്ന പിയാനോ അവിടെ ഇരിക്കുന്നത് കാണുന്നു. അതിന് മുകളിലായി അവൻ തൂങ്ങി മരിച്ച കയറും അവൾ കാണുന്നു. ഇത് കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ച് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാം അവളെ പിടിച്ചുകൊണ്ടു പോകുന്നു. ഞാൻ എൻ്റെ റൂം നോക്കുകയായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അതവർ മൈൻഡ് ആക്കാതെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അവളെ കൊണ്ടുചെന്നതിന് ശേഷം അവളുടെ ഒരു കാൽ മുറിച്ചു മാറ്റുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഡോക്ടർ വന്ന് മുറിച്ചു മാറ്റിയ കാൽ അവളുടെ മുറിവിനോട് ചേർത്ത് വച്ചതിന് ശേഷം മരുന്ന് വയ്ക്കുന്നു. ഇപ്പോൾ നിന്റെ കാൽ അനക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾ കാലുകൾ അനക്കാൻ ട്രൈ ചെയ്യുന്നു. കാലിന് ഒരു കുഴപ്പവുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നവൾ ചോദിക്കുമ്പോൾ എല്ലാത്തിനും കാരണം ഈ ഹീലിംഗ് സിറമാണെന്ന് അയാൾ പറയുന്നു. ഈ സിറം വെച്ച് എത്ര വലിയ മുറിവാണെങ്കിലും അതൊക്കെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അയാൾ പറയുന്നു. എന്തിനാണ് എൻ്റെ കാൽ മുറിച്ചത്, അതിനുശേഷം വീണ്ടും എൻ്റെ കാൽ നോർമൽ ആക്കിയതും എന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് നിനക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് മരിക്കുമ്പോൾ അവിടെ ധാരാളം പോലീസുകാർ വരുന്നു. അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഓഫീസർ വരുന്നു. അയാൾ തന്നെയാണ് ഇപ്പോൾ അവളുടെ ഹസ്ബൻഡും. വീണ്ടും പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ അവളുടെ കാൽ നോർമൽ ആകുന്നു. അങ്ങോട്ട് ആ സൈക്കോ വരുന്നു. ഈ സിറം എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യുന്നത്? ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റിയതിനു ശേഷം എന്തിനാണ് ഇവർ നമ്മളെ വീണ്ടും നോർമൽ ആക്കുന്നത് എന്നവൾ അയാളോട് ചോദിക്കുന്നു. ഈ മരുന്ന് നമ്മുടെ നാട്ടിലെ സോൾജിയേഴ്സിന് വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവർക്കിത് യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മളിൽ ഈ മരുന്ന് ഇവർ പരീക്ഷിച്ച് നോക്കുന്നതാണ്. ഈ സിറം കയ്യിലുള്ള രാജ്യമാണ് ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കാൻ പോകുന്നത്. സോ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ നമ്മളെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എന്നവൻ പറയുന്നു. അവൻ വളരെ സ്നേഹത്തോടെ ഹീറോയിന് ഹെൽപ്പൊക്കെ ചെയ്യുന്നു. അവൾ അവിടെ നിന്നും എവററ്റിന്റെ അടുത്തോട്ട് ചെന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് മരിച്ചിട്ട് 10 വർഷമായി, അവനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കണ്ടു എന്നവൾ പറയുമ്പോൾ ഇത് കേട്ട് എവററ്റ് ഷോക്കാകുന്നു. 10 വർഷമോ? നീ സത്യമാണോ പറയുന്നത് എന്നയാൾ ചോദിക്കുന്നു. അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. അവൻ മരിച്ചു കഴിഞ്ഞ് അവന്റെ ബോഡി നീ കണ്ടിരുന്നോ എന്നയാൾ ചോദിക്കുന്നു. ഇല്ല, ഞാൻ കണ്ടില്ല. അവന്റെ ബോഡി ശവപ്പെട്ടിയിൽ അടച്ച നിലയിലായിരുന്നു. സോ ബോഡി ഞാൻ കണ്ടില്ലെന്ന് അവൾ പറയുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ അയാൾ ഡോക്ടറിനെ കാണാൻ പോകുന്നു. 3 മാസം കഴിഞ്ഞ് റിലീസ് ചെയ്യാമെന്നല്ലേ താൻ പറഞ്ഞത്? 10 വർഷമായി ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് എന്നെ ഇതുവരെ വെളിയിൽ വിടാത്തത്? എന്തിനാണ് എന്നെ പറഞ്ഞു പറ്റിച്ചത് എന്നയാൾ ചോദിക്കുമ്പോൾ നീ ദേഷ്യപ്പെടാതെ, അതൊന്നും എന്റെ കയ്യിലല്ല, മേലധികാരികളുടെ കയ്യിലാണെന്ന് ഡോക്ടർ പറയുമ്പോൾ ആരാണ് ഈ മാനേജ്മെന്റ്? എനിക്ക് അവരെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ദേഷ്യത്തോടെ എവററ്റ് പറയുന്നു. നീ റിലാക്സ് ആകെന്ന് പറഞ്ഞ് എവററ്റിനെ സമാധാനപ്പെടുത്തി ഡോക്ടർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു.
പെട്ടെന്ന് എവറിറ്റിനെ 4-5 പേർ ചേർന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് അവന്റെ നാവ് പറിച്ചെടുക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ റൂമിൽ ചെന്ന് അവന്റെ പിയാനോ അവൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ ട്രോളിയുമായി പോകുന്നത് കാണുന്നു. ചിലപ്പോൾ ഇയാൾക്ക് പുറത്തേക്കുള്ള വഴി അറിയാമായിരിക്കുമെന്ന് കരുതി അവളും അയാളെ ഫോളോ ചെയ്യുന്നു. അവൾ പുറത്തേക്കുള്ള ഡോർ കാണുന്നു. രക്ഷപ്പെട്ടു, മെയിൻ ഡോർ കണ്ടുപിടിച്ചു. ഇനി പുറത്തേക്ക് ഇറങ്ങി എസ്കേപ്പ് ആകാമെന്ന് കരുതി അവൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോറിന് മറുവശത്ത് ഭിത്തി മാത്രമാണുള്ളത്. ദേഷ്യത്തോടെ അവൾ വീണ്ടും പിയാനോയുടെ അടുത്ത് വന്ന് അവൻ തൂങ്ങി മരിച്ച കമ്പിയെടുത്ത് അവളുടെ പേരും റൂമിന്റെ നമ്പറും എല്ലാം എഴുതി വെക്കുന്നു. സഡൻലി അവളുടെ കൺമുൻപിൽ തന്നെ എക്സ് ബോയ് ഫ്രണ്ട് തൂങ്ങിയാടുന്നത് കണ്ട് പേടിച്ച് അവൾ ഓടി പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടറിനെ കാണുന്നു. ഞാൻ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ പിയാനോ കണ്ടു, അവൻ അവിടെ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നത് കണ്ടു എന്നെല്ലാം അവൾ ടെൻഷനോടെ ഡോക്ടറിനോട് പറഞ്ഞ് അയാളെയും കൂട്ടി ആ റൂമിലേക്ക് വരുന്നു. ബട്ട് ആ റൂമിൽ പിയാനോയുമില്ല, ബോയ് ഫ്രണ്ടും ഇല്ല. ഇതൊക്കെ കണ്ട് അവൾക്ക് ടെൻഷൻ കൂടുന്നു. നെക്സ്റ്റ് സീനിൽ അവൾ ജെന്നിയെ മീറ്റ് ചെയ്ത് നീ എത്ര നാളായി ഇവിടെ അകപ്പെട്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ബിക്കോസ് ഇവിടെ ക്ലോക്കോ കലണ്ടറോ ഒന്നുമില്ല, സോ കാലവും സമയവും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് അവൾ പറയുന്നു. നിന്നെ പലതവണ ജീവനോടെ ഇവർ കത്തിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് എന്തിനാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ കാരണം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ 3 തവണ ഇവർ എന്നെ ജീവനോടെ കത്തിച്ചിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. ഈ സമയം അങ്ങോട്ട് ഡോക്ടർ വന്ന് നിനക്ക് നിന്റെ റൂമിലിരിക്കത്തില്ലേ എന്ന് ചോദിച്ച് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ ടൈമിൽ ഹീറോയിൻ അയാളുടെ പോക്കറ്റിൽ നിന്നും കീ അടിച്ചു മാറ്റുന്നു. ഡോക്ടർ പോയി കഴിഞ്ഞാൽ അവൾ വീണ്ടും ജെന്നിയുടെ അടുത്ത് ചെന്ന് എന്റെ കയ്യിൽ കീ ഉണ്ട്, സോ നമുക്ക് 2 പേർക്കും ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് അവൾ പറയുന്നു. അവർ 2 പേരും ആരും അറിയാതെ ഓഫീസ് റൂമിൽ കയറി ഈ ഹോസ്പിറ്റലിന് മാപ്പ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുന്നു. മാപ്പ് തൂക്കി പുറത്തു കടക്കാനാണ് അവരുടെ പ്ലാൻ. അവർക്കൊരു മാപ്പ് അവിടെ നിന്ന് കിട്ടിയെങ്കിലും അത് നോക്കി വഴി കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. ബട്ട് ഇവിടെയുള്ള സ്റ്റാഫുകൾ പോകുന്ന വഴി ഹീറോയിൻ നേരത്തെ തന്നെ നോട്ടീസ് ചെയ്തതിനാൽ ആ വഴിയിൽ കൂടി പോയി പുറത്തു കടക്കാമെന്ന് തീരുമാനിച്ച് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ ഡ്രസ്സ് എടുത്ത് അവർ ധരിക്കുന്നു. ഒരു സേഫ്റ്റിക്ക് ഹീലിംഗ് സിറവും ഒരു പാക്കറ്റ് എടുക്കുന്നു. അപ്പോൾ ഈ സമയത്ത് അവൾ എന്റെ കയ്യിൽ നിന്നും കീ എടുത്തു, സോ പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന് ഡോക്ടർ പറയുന്നത് ഹീറോയിൻ കേൾക്കുന്നു. അവർ പെട്ടെന്ന് അവിടെ ഒളിച്ചിരിക്കുന്നു. ഡോക്ടർ അങ്ങോട്ട് വരുമ്പോൾ ഹീലിംഗ് സിറം അവൾ എടുത്തെന്ന് മനസ്സിലാക്കി ഫസ്റ്റ് ആ റൂമിൽ തന്നെ അവരെ തിരയുന്നു. പക്ഷെ അവരെ കാണാത്തത് കൊണ്ട് അവിടെ നിന്നും പോയതിനു പിറകെ അവരും എസ്കേപ്പ് ചെയ്യാൻ പുറത്തിറങ്ങുന്നു. ബട്ട് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവർ പേഷ്യൻസ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എവിടെ പോകുന്നു നിൽക്കെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ അവരെ 3-4 പേര് വളയുന്നു. തങ്ങളെ പിടിച്ചെന്ന് മനസ്സിലാക്കി ജെന്നി കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്ത് അറുത്ത് സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഹീലിംഗ് സിറം യൂസ് ചെയ്ത് അവർ അവളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഹീറോയിൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവൾ ഒരു റൂമിൽ കയറി വിളിക്കുമ്പോൾ ആ സൈക്കോയും അങ്ങോട്ട് വരുന്നു. അവൻ ഹീറോയിനോട് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ അവൾ അവനെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഓടുന്ന വഴിയിൽ അവൾ ഒരു ഡോർ കാണുന്നു. ആ ഡോർ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലെ മറ്റൊരു സ്റ്റാഫ് അവളെ കാണുന്നു. ബട്ട് അവൾ പെട്ടെന്ന് തന്നെ റൂം ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയൊരു കാടാണ് കാണുന്നത്. അവൾ ആ കാട്ടിലൂടെ ഇറങ്ങി ഓടുമ്പോൾ പുറകെ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഹീറോയിനെ ഫോളോ ചെയ്യുന്നു. ഹീറോയിൻ രക്ഷപ്പെട്ട് ഓടുന്ന വഴിയിൽ ഒരു വീട് കാണുന്നു. ആ വീട്ടിൽ കയറി ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാമെന്ന് കരുതി അവൾ ആ വീട്ടിൽ ചെന്ന് രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ബട്ട് അവൾക്ക് അവിടെ നിന്നും ഒരു റെസ്പോൺസും ലഭിക്കില്ല. ആ വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൾ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവളുടെ മുമ്പിൽ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഡെഡ് ബോഡി കിടക്കുന്നത് കാണുന്നു. അത് തന്നെയല്ല, അവൾ ഇത്രയും നേരം രക്ഷപ്പെടാൻ ട്രൈ ചെയ്തിട്ടും അവൾ വീണ്ടും ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണെന്ന് സത്യം അവൾ മനസ്സിലാക്കുന്നു. അവിടെ ഒരാൾ വന്ന് അവളുടെ കഴുത്തിൽ ഒരു കയറിട്ട് തൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവളെ ടോർച്ചർ ചെയ്തതിനു ശേഷം കയർ മുറിച്ച് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തതിനു ശേഷം ആ ഹീലിംഗ് സിറവും ട്രിപ്പായി കയറ്റുന്നു. ഡോക്ടർ അവളുടെ അടുത്ത് വന്ന് നിന്റെ ജീവിതത്തിനിടയിൽ നീ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. ഉണ്ട്, ഞാനൊരു ഡ്രഗ് എഡിക്റ്റ് ആണെന്ന് അവൾ പറയുന്നു. ഓ, അതെനിക്കറിയാം, അതല്ലാതെ വേറെന്തെങ്കിലും തെറ്റ് നീ ചെയ്തിട്ടുണ്ടോ എന്നയാൾ വീണ്ടും അവളോട് ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് അവൾ പറയുമ്പോൾ ഡോക്ടറും അവിടെ നിന്നും പോകുന്നു. അവളുടെ പരിക്കുകൾ കുറച്ചു കുറവായതിനു ശേഷം അവൾ എവററ്റിന്റെ അടുത്തേക്ക് ചെന്ന് നീ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിക്കുന്നു. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വലിയ കാർ ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ എന്റെ ശരീരത്ത് ധാരാളം മുറിവുകൾ വന്നു. സോ അങ്ങനെ ജീവന് വേണ്ടി പോരാടുന്ന ഘട്ടത്തിൽ ആളുകൾ എന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ബട്ട് ഒരു മയക്കത്തിൽ നിന്നും ഞാൻ കണ്ണു തുറന്നത് മുതൽ ഇവിടെയാണെന്ന് എവററ്റ് പറയുമ്പോൾ നീ കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ഞാനൊരു ലോയറാണ്,
സോ നിറയെ കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ പല കുറ്റവാളികളെയും രക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെന്ന് എവററ്റ് പറയുമ്പോൾ ഞാനും ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു മഹാപാപം ചെയ്തു. ബട്ട് അതിപ്പോൾ നിന്നോട് പറയുന്നില്ല. പക്ഷെ ആ തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ ഇവിടെ അകപ്പെട്ടതെന്ന് ഹീറോയിൻ അയാളോട് പറയുന്നു. അതിനുശേഷം അവൾ ജെന്നിയുടെ അടുത്ത് ചെന്ന് നീ നിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനൊരു വീട് മുഴുവനായി കത്തിച്ചു. കാരണം അവർ കാട്ടുമൃഗങ്ങളെ കൊന്ന് അതിൻ്റെ തോൽറ്റ് കമ്പനികൾക്ക് വിൽക്കുന്നവരായിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീട് മുഴുവനായും കത്തിച്ചു. ബട്ട് ഓൾറെഡി ആ വീടിനുള്ളിൽ ആളുകളുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നിരുന്നാലും അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ ആ വീട് മുഴുവനായും കത്തിച്ചെന്ന് ജെന്നി പറയുന്നു. അവൾ ലാസ്റ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഒരു സ്പെഷ്യൽ മഷ്റൂം കഴിച്ച ഫുഡ് പോയിസൺ ആയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇവിടെയാണെന്ന് അവൾ പറയുന്നു. ഇപ്പോഴാണ് ഹീറോയിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. കാരണം എവററ്റ് കാർ ആക്സിഡന്റിൽ ജീവന് വേണ്ടി തുടിച്ചതിൽ അഡ്മിറ്റായി. ഹീറോയിനും വയറ്റിലെ പ്രശ്നം മൂലം ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ജെന്നി വിഷമുള്ള ഒരുതരം മഷ്റൂം കഴിച്ചാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഇപ്പോഴാണ് ഈ കഥയിലെ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവരെല്ലാം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം മരിച്ചവരാണ്. നമ്മളെല്ലാവരും മരിച്ചവരാണെന്ന് ഹീറോയിൻ ജെന്നിയോട് പറയുന്നു. അതുകൂടാതെ അവൾ ഒരു രഹസ്യം കൂടി വെളിപ്പെടുത്തുന്നു. ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തതല്ല. ഹീറോയിനും എക്സ് ബോയ് ഫ്രണ്ടും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഹീറോയിൻ അറിയാതെ ഒരു കത്തിയെടുത്ത് വീശുമ്പോൾ അത് അവന്റെ കഴുത്തിൽ കൊള്ളുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ പേരിൽ കേസ് വരാതെ രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയതിനു ശേഷം അവൻ സൂയിസൈഡ് ചെയ്ത രീതിയിലാക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അവളെ ക്വസ്റ്റ്യൻ ചെയ്ത പോലീസുകാരനും അറിയാം, അതായത് അവളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡിന്. ബട്ട് നീ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയല്ലേ അവനെ കൊന്നത്. സോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഞാൻ നിന്നെ മാരേജ് ചെയ്തോട്ടെ എന്ന് പോലീസ് ഓഫീസർ ഹീറോയിനോട് ചോദിക്കുന്നു. ഹീറോയിൻ 10 വർഷം മുൻപ് ചെയ്ത ആ തെറ്റിന്റെ ഫലമായിട്ടാണ് അവൾ ഈ ഹോസ്പിറ്റലിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായി. ഇതെല്ലാം അവൾ ജെന്നിയോട് പറഞ്ഞതിന് ശേഷം ആ ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വരുന്നു. ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നരകത്തിലല്ലേ, ഞങ്ങൾ മുൻകാലഘട്ടത്തിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയുടെ ഫലമല്ലേ ഞങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാലല്ലേ ഞങ്ങൾ ചെയ്ത പാപം എന്താണോ അത് തന്നെ ഞങ്ങൾക്കും തരുന്നത് എന്നവൾ പറയുമ്പോൾ നീ കൊള്ളാമല്ലോ, ഈ സ്ഥലത്ത് വന്നിരിക്കുന്ന ആരും ഇതുവരെ ഇത് നരകമാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, നീയാണ് ആദ്യമായി ഈ സത്യം മനസ്സിലാക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. ഈ ഫിലിമിൽ ഹീറോയിൻ മരിച്ചുപോയി. അതിനുശേഷം അവൾ നരകത്തിൽ വരുന്നു. അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കുന്നു. എന്തൊരു അടാറ് ട്വിസ്റ്റ് ആണല്ലേ. നിങ്ങൾ ആരാണ്, നിങ്ങൾ ചെകുത്താനാണോ എന്ന് ഹീറോയിൻ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഞാൻ ചെകുത്താനൊന്നുമല്ല, ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ്. ഞാനും എൻ്റെ മുൻ ജീവിത കാലഘട്ടത്തിൽ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എൻ്റെ മേലുള്ളവർ എന്നെ ഇപ്പോഴും ശിക്ഷിക്കുന്നുണ്ട്. ഞാനൊരു ഡോക്ടറായിരുന്നു. എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നവരുടെ ഓർഗൻസ് അവരറിയാതെ എടുത്ത് ഞാൻ ക്യാഷ് സമ്പാദിച്ചിരുന്നു. അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ പറയുന്നു. നിങ്ങൾ എത്ര നാളായിട്ട് ഇവിടെയുണ്ടെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഞാൻ 1969 മുതൽ ഈ ഹോസ്പിറ്റലിലാണെന്ന് അയാൾ പറയുന്നു. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊരാൾ വരുന്നു. അയാൾ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അത് ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. അവളെ അവൻ തൂക്കിക്കൊല്ലാൻ തുടങ്ങുമ്പോൾ എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കണമെന്ന് അവൾ പറയുന്നു. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അന്ന് നടന്നത് ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആണ്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ചെയ്തത്. ഞാൻ ആ വേദന അനുഭവിക്കണം, അതിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ തനിയെ ചെയ്യും എന്ന് പറഞ്ഞ് അവൾ കയറെടുത്ത് അവളുടെ കഴുത്തിനിടാൻ തുടങ്ങുന്നു. അപ്പോൾ ബോയ് ഫ്രണ്ട് വേണ്ട, നീ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവളെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബട്ട് വഴിയിൽ വെച്ച് ആ ഡോക്ടർ അവരെ തടഞ്ഞു നിർത്തി നീ എവിടേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ഡോക്ടർ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ ഇവൾ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് അവൾ പശ്ചാത്താപിച്ചു. സോ ഞാൻ ഇവളെ ഈ ലോകത്തിൽ നിന്നും രക്ഷിക്കാൻ പോകുകയാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഡോക്ടർ അവളെ രക്ഷിക്കാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ലെന്ന് പറയുന്നു. അത് തന്നെയല്ല, ഇവളെ നീ ഇവിടെ നിന്നും രക്ഷിച്ചാൽ നരകത്തിൽ നിനക്ക് വലിയ ശിക്ഷ കിട്ടും. നിന്റെ തോൽ അവർ ഉരിക്കും, നിന്റെ രക്തം അവർ കുടിക്കും. ഇതുവരെ നീ അനുഭവിക്കാത്ത വേദനകൾ നീ അനുഭവിക്കേണ്ടി വരും. സോ ഞാൻ പറയുന്നത് കേൾക്ക്, ഇവളെ നീ ഇവിടെ തന്നെ വിട്ടേക്ക് എന്ന് ഡോക്ടർ പറയുമ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് അയാളെ ഇടിച്ചിട്ടതിന് ശേഷം അവളെയും കൊണ്ടുപോകുന്നു. ഹീറോയിനെയും കൂട്ടി അവൻ ഒരു അഗ്നി ലാവയ്ക്ക് അടുത്ത് കൊണ്ടുവരുന്നു. അവർ നിൽക്കുന്നിടം നരകം, മറുവശം ഭൂമി. പെട്ടെന്ന് അവൾക്ക് നടന്നു പോകാനുള്ള ഒരു പാലം അവിടെ വരുന്നു. ആ സെയിം ടൈം ഭൂമിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവൾ ജീവന് വേണ്ടി തുടിക്കുന്നത് കാണിക്കുന്നു. അവളെ രക്ഷിക്കാൻ ഡോക്ടേഴ്സ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആ പാലത്തിൽ കയറി ഭൂമിയിലേക്ക് നടക്കുന്നു. അവൾ ഭൂമിയിലെത്തിയതും
അവളെ രക്ഷിച്ച ബോയ് ഫ്രണ്ടിനെ നരകത്തിലുള്ളവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. സഡൻലി ഹീറോയിൻ കണ്ണു തുറക്കുന്നു. അവൾ മൂവിയുടെ ഫസ്റ്റ് സീനിൽ അഡ്മിറ്റായ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇത്രയും നേരം നടന്നതൊന്നും അവളുടെ സ്വപ്നമായിരുന്നില്ല. ഓപ്പറേഷൻ ടൈമിൽ അവൾക്ക് സീരിയസ് ആയിരുന്നു. സോ 15 സെക്കൻഡ് നേരത്തേക്ക് അവളുടെ ഹൃദയമിടിപ്പ് തന്നെ നിലച്ചിരുന്നു. ആ 15 സെക്കൻഡ് സമയം അവൾ മരിച്ചതുപോലെ ആയതുകൊണ്ട് അവളുടെ ആത്മാവ് നേരെ നരകത്തിലേക്ക് പോയി. ആ 15 സെക്കൻഡ് സമയമാണ് അവൾ ആ ഹോസ്പിറ്റലിൽ അത്രയും അനുഭവിച്ചത്. ലാസ്റ്റ് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവൾ ജീവനോടെ തിരിച്ച് ഭൂമിയിൽ വന്നത്. കുറച്ച് ദിവസത്തിന് ശേഷം അവൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ വന്ന് അവൾ നരകത്തിൽ കണ്ടവരെ കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. ആദ്യം തന്നെ അവൾ ആ ഡോക്ടറിനെ കുറിച്ച് നോക്കുന്നു. അയാൾ 1969 മരിച്ചയാളാണ്. നെക്സ്റ്റ് അവൾ ജെന്നിയെ കുറിച്ച് നോക്കുന്നു. അവളും ഫുഡ് പോയിസൺ മൂലം മരിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഹീറോയിൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണെന്ന് കൺഫേം ആകുന്നു. അവൾക്ക് വേണ്ടി ഇനിയുള്ള കാലം താങ്ങാൻ കഴിയാത്ത വേദനകൾ സഹിക്കാൻ എക്സ് ബോയ് ഫ്രണ്ട് തയ്യാറായി. തന്നെ ഇത്രയും സ്നേഹിച്ച ഒരാളെ താൻ കാരണം നഷ്ടപ്പെടുത്തിയ വേദനയിൽ അവൾ അവന്റെ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് ഫീൽ ചെയ്യുന്നതോടെ ഈ മൂവിയും അവസാനിക്കുന്നു. ഇത് ഇന്ന് വരെ ഞാൻ കണ്ടതിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയ ഒരു മൂവിയായിരുന്നു. സോ നിങ്ങൾക്കും ഈ മൂവി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മറ്റൊരു വെറൈറ്റി മൂവിയുമായി ഞാൻ വരാം. അപ്പോൾ ടാറ്റാ.